പാചകത്തിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും ഇന്നൊരു ഇടിച്ചക്ക തോരൻ്റെ പരീക്ഷണത്തിലാണ്. കാരണം എപ്പോഴും ഞാൻ ഇടിച്ചക്ക തോരനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മയോട് ചോദിച്ചിട്ട് റെസിപ്പിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ചെറിയ ഇടിച്ചക്ക അരിഞ്ഞതിലേക്ക് ഞാൻ ഇടുകയാണ്. ഇടിച്ചക്ക അരിഞ്ഞതിലേക്ക് ഇതിട്ടിട്ട് കുറച്ച് വെള്ളം മാത്രം വെച്ച് വേവിക്കും. കുക്കറിൽ വെന്തു. ഇതിന് ഞാനിങ്ങനെ പതുക്കെ ക്രഷ് ചെയ്ത് കൊടുക്കും. ഇടിച്ചക്ക ക്രഷ് ചെയ്തെടുത്തത് മാറ്റി വെച്ചു. ശേഷം നമ്മൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇവ നമ്മൾ മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതിന് ശേഷം അതിനെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയിലോട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കും. കണ്ടോ, ക്രഷ് ചെയ്ത ഈ തേങ്ങാക്കൂട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം കടുക് താളിക്കുന്നു. കടുക് താളിക്കുമ്പോൾ കടുക്, വെളിച്ചെണ്ണയിൽ കടുക്, ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇവയെല്ലാം ഇട്ടിട്ട് നമ്മൾ കടുക് താളിച്ച് മൊരിയിച്ച ശേഷം നമ്മൾ ഈ ഇടിച്ചക്കയും തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ സംഭവം തയ്യാറായി കഴിഞ്ഞു. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ബബിൾക്കത്തിൻ്റെ മാതിരിയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അത്ര സോഫ്റ്റാണ് അത്രേ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇഷ്ടപ്പെട്ടു. കേരളീയരുടെ ഒരു പ്രത്യേക ടേസ്റ്റുകളല്ലേ ഇടിച്ചക്ക തോരനൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് മത്തി വറുത്തതും അയിലക്കറിയും ഇടിച്ചക്ക തോരനുമായിരുന്നു ഞങ്ങളുടെ അത്താഴത്ത്. താങ്ക് യു.